ഫ്രണ്ട്സ് കൃഷ്ണമാപ്രകൃഷ്ണനാണ് Eqtfxൽ നിന്നും. താങ്കൾ ഒരു ഇൻട്രാഡേ ട്രേഡർ ആണോ? ആണെങ്കിൽ താങ്കൾക്ക് എല്ലാ സ്ട്രാറ്റജിയും പരീക്ഷിച്ചിട്ടും താങ്കൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് കിട്ടുന്നില്ലേ? താങ്കൾ പല പ്രാവശ്യം റിവൈസ് ചെയ്ത് കാണും. താങ്കൾ എടുക്കാൻ പോകുന്ന സ്റ്റോക്ക് എല്ലാ രീതിയിലും പെർഫെക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് പോലും റിസൾട്ട് വരാൻ നേരത്ത് എന്തുകൊണ്ട് റിസൾട്ട് വരുന്നില്ല? താങ്കൾ പല പ്രാവശ്യം വാലേറ്റ് ചെയ്ത് കാണും അല്ലേ? ഞാൻ താങ്കളുടെ ഇൻട്രാഡേ പ്രോബബിലിറ്റിയെ, താങ്കളുടെ ഇൻട്രാഡേയിലുള്ള താങ്കളുടെ സമ്പാദ്യത്തിനെ 3-4 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് പറഞ്ഞ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കുവാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണിത്. ഫസ്റ്റ് പോയിൻ്റ്, നമ്മൾ ബൈ സൈഡാണ് നമ്മൾ ഈ വീഡിയോ പറയാൻ പോകുന്നത്. നാച്ചുറലി നിഫ്റ്റി സപ്പോർട്ടീവ് ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ട 3 ക്രിട്ടിക്കൽ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നെയിം ഈസ് കാൾഡ് അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ. താങ്കൾ കേട്ടുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര സ്റ്റോക്ക് ബ്രോഡർ മാർക്കറ്റിൽ അഡ്വാൻസ് ചെയ്തു, എത്ര സ്റ്റോക്ക് താങ്കൾ ബൈ ചെയ്യുന്ന സമയത്ത് എത്ര സ്റ്റോക്ക് ഡിക്ലൈൻ ചെയ്തു, ആ റേഷ്യോ ആണ് അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ. രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്റർ പണ്ട് സപ്ലൈ ഡിമാൻഡ് എന്നാണ്. ഇൻഡിക്കേറ്റർ ഞാൻ ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ട്രേഡിംഗ് വ്യൂ ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്ലാറ്റ്ഫോം ബേസിക്കലി. മൂന്നാമത്തെ കാര്യം മൊമൻറ്റം ക്യാൻഡിൽ. എങ്ങനെയാണ് നമ്മൾ മൊമൻറ്റം ക്യാൻഡിൽ എൻട്രി ചെയ്യുന്നത്? മൊമൻറ്റം ക്യാൻഡിൽ ഏതെല്ലാം ലെവലിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും? മൊമൻറ്റം ക്യാൻഡിൽ ഏത് ലെവലിൽ നമ്മളെ പ്രൈസിലേക്ക് എസ്കലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്? അതാണ് മൊമൻറ്റം ക്യാൻഡിൽ. മൊമൻറ്റം ക്യാൻഡിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏനി സ്റ്റോക്ക് താങ്കൾ 5 മിനിറ്റ്സിലായി ട്രേഡ് ചെയ്യുന്ന വയ്ക്കുക. സ്കാൽപ്പിംഗ് ഏതെങ്കിലും സ്റ്റോക്ക് താങ്കൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് 5 മിനിറ്റ്സ് സ്കാൽപ്പിങ്ങിൽ ഒരു 1% മേളിൽ പ്രൈസ് അപ്രീസിയേഷൻ കൊടുക്കുവാണെങ്കിൽ നമ്മളതിനെ മൊമൻറ്റം ക്യാൻഡിൽ എന്ന് പറയും. ഈ മൊമൻറ്റം ക്യാൻഡിൽ എവിടെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും? മൊമൻറ്റം ക്യാൻഡിൽ മിഡിൽ സപ്പോർട്ട് ചെയ്യും, മൊമൻറ്റം ക്യാൻഡിൽ ബോട്ടം സപ്പോർട്ട് ചെയ്യും. ഈ മൊമൻറ്റം ക്യാൻഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഞാൻ നമ്മുടെ ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമിൽ കാണിച്ചു തരാം. സോ വിൽ ഗോ ടു ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോം. നമ്മൾ നിഫ്റ്റി 50 കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ ആണ്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ എന്ന് വെച്ചാൽ എത്ര സ്റ്റോക്ക് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്, എത്ര സ്റ്റോക്ക് ടോട്ടൽ ബ്രോഡർ മാർക്കറ്റിൽ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ബൈ സൈഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബൈ സൈഡ് നമ്മൾ പോകണമെങ്കിൽ ട്രെൻഡ് പക്ക ആയിരിക്കണം, ട്രെൻഡിങ് ആയിരിക്കണം. ശരിക്കും നമ്മൾ നിഫ്റ്റി 50 നമ്മൾ നോക്കി, യെസ് ക്വൈറ്റ് ഓക്കെ ആണ്. എത്ര സ്റ്റോക്ക് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്, ഡിക്ലൈൻ ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റോക്ക് മേടിക്കാൻ നേരത്ത് ഇത് കമ്പൽസറി ആയിട്ട് ചെക്ക് ചെയ്യണം. നിഫ്റ്റി ട്രെൻഡിങ് അല്ല എന്ന് വയ്ക്കുക, നിഫ്റ്റി റേഞ്ച് ബൗണ്ട് ആണെന്ന് വയ്ക്കുക. നിങ്ങൾ സപ്പോസ് ഒരു സ്റ്റോക്ക് നല്ല സ്റ്റോക്ക് കണ്ടു, എനിക്ക് എൻട്രി എടുക്കാമെന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ പോവാണ്. നിങ്ങൾ ഫസ്റ്റ് പ്രൈമറി പാർട്ട് അഡ്വാൻസ് ആണ് കൂടുതൽ, ഡിക്ലൈൻ ആണ് കൂടുതൽ. അഡ്വാൻസ് ഇപ്പം ഈ ചാർട്ടിൽ ഇതിൻ്റെ അത് കാണിക്കുന്നത് എന്താ? ഡിക്ലൈൻ 1033 സ്റ്റോക്ക്, അഡ്വാൻസ് 767 സ്റ്റോക്ക്. ദാറ്റ് മീൻസ് മാർക്കറ്റ് നെഗറ്റീവ് ബെയറിഷ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. നമുക്ക് മാർക്കറ്റ് ബുള്ളിഷ് ട്രെൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇൻട്രാ അറ്റൻഡ് ചെയ്യത്തുള്ളൂ. അതിനെന്താ വേണ്ടത്? ടോട്ടൽ 2000 സ്റ്റോക്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1200 1300 സ്റ്റോക്ക് എങ്കിലും ഗ്രീൻ ആയിരിക്കണം. ഒരു 700-800 സ്റ്റോക്കേ റെഡ് ആകാൻ പാടുള്ളൂ. ഇതിനാണ് ബ്രോഡർ മാർക്കറ്റ് ട്രെൻഡിങ് എന്ന് പറയുന്നത്. നമുക്ക് നിഫ്റ്റി ട്രെൻഡിങ് ആയിരിക്കണം, ഓൾ ബ്രോഡർ മാർക്കറ്റ് ട്രെൻഡിങ് ആയിരിക്കണം. കാരണം ബ്രോഡർ മാർക്കറ്റ് ട്രെൻഡിങ് ആകുമ്പോൾ മാത്രമേ എല്ലാ സ്റ്റോക്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രെൻഡ് നമ്മൾ കയറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കാൻ പോകുന്ന സ്റ്റോക്കിലും ആ വൈബ്രേഷൻ, പോസിറ്റീവ് വൈബ്രേഷൻ, അപ് ട്രെൻഡ് വൈബ്രേഷൻ വരത്തുള്ളൂ. അത് കമ്പൽസറിയാണ്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ ഇങ്ങനെ മാറി കയറിക്കൊണ്ടിരിക്കും. ഒരു ദിവസം നമ്മൾ ഒരു ഇൻട്രാ അറ്റൻഡ് ചെയ്ത് ആ നിമിഷം പോലെ, സ്കാൽപ്പിംഗ് ആണെങ്കിൽ സ്കാൽപ്പിംഗ് അറ്റൻഡ് ചെയ്ത് ആ നിമിഷം പോലെ നമ്മൾ ഇറങ്ങുന്നവരെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ ക്രിട്ടിക്കലായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ എന്തെങ്കിലും ഒരു അപകടം മണത്താൽ നമ്മൾ നമ്മുടെ പൊസിഷൻ സേഫ് ഗാർഡ് ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പോയിന്റ് നിഫ്റ്റി കൂടാതെ തന്നെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ ആണ്. മണി കൺട്രോൾ തുറന്നാൽ ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കും. ഇത് വളരെ പിവറ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ. നിങ്ങൾ കമ്പൽസറി ആയിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ കൂട്ടത്തിൽ നിങ്ങൾ സ്റ്റോക്ക് പിക്കിന്റെ സമയത്ത് ഇത് നോക്കിയേ മതിയാകും. രണ്ടാമത്തെ പോയിന്റ്, ആഫ്റ്റർ നിഫ്റ്റി കഴിഞ്ഞ അഡ്വാൻസ് ഡിക്ലൈൻ, അത് കഴിഞ്ഞ് നമ്മൾ സെക്ടർ അനാലിസിസ് എന്ന് പറയും. ഇതിനെയാണ് സെക്ടർ എന്ന് പറയുന്നത്. CNX റിയാലിറ്റി, FMCG, ബാങ്ക് നിഫ്റ്റി, ഫിനാൻസ്, IT, മെറ്റൽ, കൺസ്യൂമർ, ഫാർമ, ഓട്ടോ, എനർജി, ഇൻഫ്ര. നിങ്ങൾ എടുക്കാൻ പോകുന്ന സ്റ്റോക്ക് ഏത് സെക്ടറിലാണോ ആ സെക്ടർ ട്രെൻഡിങ് ആണോ നിങ്ങൾ ചെക്ക് ചെയ്യണം. ആ സെക്ടർ മൈനസിലാണെങ്കിൽ നിഫ്റ്റി ചിലപ്പോൾ പ്ലസിലായിരിക്കും, അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയും പ്ലസിലായിരിക്കും. പക്ഷേ ആ സെക്ടറിലെ പല സ്റ്റോക്കും മൈനസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ ട്രെൻഡ് എന്താ? ആ സെക്ടറിലെ മൈനസ് ആണ്.
നിഫ്റ്റി പ്ലസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലസ് ആയിട്ടുള്ള സെക്ടറിലെ സ്റ്റോക്ക് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇതാണ് പ്ലസ് ആയിട്ടുള്ള സെക്ടർ. മനസ്സിലായി? CNX ആണ്. CNX റിയാലിറ്റി മുതൽ ഇൻഫർ വരെയുള്ളതാണ് നമ്മുടെ NSEയിലെ സെക്ടേഴ്സ്. അതിൻ്റെ സ്റ്റോക്കിൻ്റെ ക്യാൻഡിൽസ് ആയി കിടക്കുന്ന ഡെയിലി ക്യാൻഡിലാണ്. നിങ്ങൾക്ക് ഈ ക്യാൻഡിൽ വേണം നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. ഏത് ലെവലാണ് റെസിസ്റ്റൻസ് വരുന്നത്, ഏത് ലെവലിലാണ് സപ്പോർട്ട് വരുന്നത്. സ്റ്റോക്ക് കയറിയാൽ ഇൻഡെക്സ് കയറുവാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IT ഇൻഡെക്സ് ആണെന്ന് വയ്ക്കുക. IT ഇൻഡെക്സ് കയറുവാണെങ്കിൽ ഏത് ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. IT ഇൻഡെക്സ് ആണ്, ഏത് ലെവലിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്, ബ്രേക്ക്ഔട്ടിന് ചാൻസ് ഉണ്ടോ, ഇതെല്ലാം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ സ്റ്റോക്ക് ഏത് സെക്ടറിലാണെന്ന് വെച്ചാൽ ആ സെക്ടറിനെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് ക്രിട്ടിക്കലായിട്ടുള്ള അടുത്ത പോയിന്റ്. ഇനി നമുക്ക് സ്റ്റോക്കിലേക്ക് ഒന്ന് കിടക്കാം അല്ലേ. നമുക്കൊരു ഒരു 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 സ്റ്റോക്ക് നമുക്ക് എടുക്കാം. ബാലാജി എമിൻസ് നമുക്ക് എടുക്കാം. ബാലാജി എമിൻസ് ഇത് വോളിയമാണ്, ഇത് ക്യാൻഡിൽസ് ആണ്. ശരിക്കും ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. ആ സാധനത്തിൻ്റെ പേരാണ്, നോക്കൂ, ഇത് ഫ്രീ ആണ്. FXൽ പോവുക. FXൽ പോയിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് ബൈ ബാലാജി നമ്പീശൻ, അദ്ദേഹത്തിൻ്റെ പേരാണിത്. ബാലാജി നമ്പീശ് ശരവണൻ. ഇദ്ദേഹം ഫ്രീ ആയിട്ട് നമുക്ക് തന്നൊരു ഇൻഡിക്കേറ്ററാണ്. ബ്യൂട്ടിഫുൾ ഇൻഡിക്കേറ്ററാണിത്. നിങ്ങൾക്ക് ആ ഇൻഡിക്കേറ്റർ അവിടെ നിന്ന് എടുക്കാം. ഇതാണ് ഇൻഡിക്കേറ്റർ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ്. ആ ഇൻഡിക്കേറ്റർ നമ്മൾ ക്ലിക്ക് ചെയ്യുക. കമ്പൾസറി ആയിട്ട് ഇടേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഹൈ ലോ എന്ന് പറയും. ഇൻഡിക്കേറ്റർ സെറ്റിംഗ്സിലേക്ക് പോവുക. മനസ്സിലായി? സെറ്റിംഗ്സ് പോയിട്ട് നിങ്ങൾ ഇൻപുട്ടിൽ പോവുക. ഇൻപുട്ടിൽ നിങ്ങൾ ഷോ വീക്ക്ലിയോ മന്ത്ലിയോ അല്ല, ഡെയിലി മാത്രം നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾ അപ്ലൈ ചെയ്യുക. പല ആൾക്കാരും പല സ്ട്രാറ്റജിയല്ലേ അപ്ലൈ ചെയ്യുന്നത്. ചില ആൾക്കാർ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. എന്തോ നിങ്ങളുടെ സ്ട്രാറ്റജി എന്ത് വേണം ആയിക്കോട്ടെ. ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എന്ത് റേഞ്ച് ബ്രേക്ക്ഔട്ട് സംഭവിച്ചാലും നിങ്ങൾ പൊസിഷൻ എടുക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ ഇട്ട ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, സപ്ലൈ ഡിമാൻഡിൽ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ഇതാണ് മൂന്നാമത്തെ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. ഈ ഇൻഡിക്കേറ്ററിൻ്റെ റെസിസ്റ്റൻസ് ലൈൻ ക്രോസ് ചെയ്ത് സ്റ്റോക്ക് ക്ലോസ് ചെയ്യുമ്പോഴേ നിങ്ങൾ എൻട്രി എടുക്കാവുള്ളൂ. അറിയാമല്ലോ, 5 മിനിറ്റ് ക്യാൻഡിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ 4 മിനിറ്റ് 58 സെക്കൻഡ് 59 സെക്കൻഡിൽ എൻട്രി എടുക്കാവുള്ളൂ. പ്രൊവൈഡഡ് ക്യാൻഡിൽ സ്ട്രോങ് ആയിരിക്കണം. അപ്പർ വിക്ക് കാണാൻ പാടില്ല. അപ്പർ വിക്ക് ഉണ്ടെങ്കിൽ ചെറിയ വിക്കേ വരാവുള്ളൂ. സ്ട്രോങ് വോളിയം ഉണ്ടായിരിക്കണം. എപ്പോഴാണ് നിങ്ങൾ എൻട്രി എടുക്കേണ്ടത്? ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഈ റെഡ് ലൈൻ, റെസിസ്റ്റൻസ് ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട്. മനസ്സിലായി? ഇത് നിങ്ങൾ വളരെയേറെ സേഫ് ഗാർഡ് ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനത്തെ ക്യാൻഡിലിൻ്റെ പേരാണ് മൊമെന്റം ക്യാൻഡിൽ എന്ന് പറയും. ഈ ഗ്രീൻ ക്യാൻഡിലുണ്ടോ, കുറച്ചുകൂടെ ഞാൻ സൂം ചെയ്ത് കാണിക്കും. ഇങ്ങനത്തെ ക്യാൻഡിലിൻ്റെ പേരാണ് മൊമെന്റം ക്യാൻഡിൽ. ആ ക്യാൻഡിൽ 2.75% ആണ് പ്രൈസ് അപ്രീസിയേഷൻ കൊടുത്ത 5 മിനിറ്റിൽ, എന്ന് വെച്ചാൽ 83 രൂപ. ഈ മൊമെന്റം ക്യാൻഡിലിലെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഏത് മൊമെന്റം ക്യാൻഡിലിൻ്റെ മിഡിലിൽ സപ്പോർട്ട് കൊടുക്കും, ക്യാൻഡിലിൻ്റെ ലോവർ സപ്പോർട്ട് കൊടുക്കും സ്റ്റോക്കിന്. മനസ്സിലായി? നോക്കൂ, സ്റ്റോക്ക് ലോവർ വിട്ട് പോയിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ നോക്കൂ. ഈ മൊമെന്റം ക്യാൻഡിൽ സപ്പോർട്ട് സ്ട്രോങ് ആണ്. ആ ലോവർ വിട്ട് പോയിട്ടേ ഇല്ല സ്റ്റോക്ക് അല്ലേ. നോക്കൂ, നിങ്ങൾ നോക്കൂ, കേട്ടോ, ആ റേഞ്ചിൽ കിടന്ന് കളിക്കുക അല്ലേ. അപ്പൊ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത്, മൊമെന്റം ക്യാൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് കൺവിക്ഷൻ ഉണ്ടായിരിക്കണം. അതിന്റെ മിഡിലിൽ സപ്പോർട്ട് കൊടുക്കും, മൊമെന്റം ക്യാൻഡിൽ ലോവർ സപ്പോർട്ട് കൊടുക്കും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ തറവാകണം ഇൻട്രാഡേയിൽ. നിഫ്റ്റി സെക്ടർ അനാലിസിസ്, അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ, ഈ ഒരു പ്രത്യേകം ഇൻഡിക്കേറ്റർ ഹൈ ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇൻഡിക്കേറ്ററിൻ്റെ പേര് പറഞ്ഞു. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. പിന്നെ മൊമെന്റം ക്യാൻഡിൽ, എൻട്രിയും എക്സിറ്റും എപ്പോഴും സ്ട്രോങ് ക്യാൻഡിലായിരിക്കണം. ഇതൊരു സ്ട്രോങ് ക്യാൻഡിലാണ്. ഇതൊരു സ്ട്രോങ് ക്യാൻഡിൽ, ഇത് അതിൻ്റെ മേളിൽ ക്ലോസ് ചെയ്യ ക്യാൻഡിലാണ്. ഇത് 1.99%, ഇത് മൊമെന്റം ക്യാൻഡിലാണ്. മനസ്സിലാവും? 1.99% കൊടുത്തു. എപ്പോഴും 5 മിനിറ്റ് ക്യാൻഡിൽ എൻട്രി എടുക്കുന്നത് 4 മിനിറ്റ് 59 സെക്കൻഡിലേ എടുക്കാവുള്ളൂ. അപ്പം നമുക്ക് പ്രൈസ് ടൈപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം മാർക്കറ്റ് പ്രൈസിൽ എടുക്കുക. പ്രൊവൈഡഡ് അത് സ്ട്രോങ് ക്യാൻഡിലായിരിക്കണം, സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ള വോളിയം ഉണ്ടായിരിക്കണം. അതിൻ്റെ മേളിൽ വിക്ക് അധികം കാണാൻ പാടില്ല. വിക്ക് കൂടുതലുണ്ട്, എന്താ അതിൻ്റെ അർത്ഥം? സെല്ലേഴ്സ് ഭയങ്കരമായിട്ട് സ്റ്റോക്ക് ഓഫ്ലോഡ് ചെയ്യുന്നതിൽ അർത്ഥം വരുവാൻ. വിക്ക് ഒരിക്കലും കാണാൻ പാടില്ല. എൻട്രിയും എക്സിറ്റും കമ്പൾസറി ആയിട്ട് സ്ട്രോങ് ക്യാൻഡിലേ ചെയ്യാവുള്ളൂ. അല്ലാതെ ഞാൻ ഇൻട്രാഡേയെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. നിങ്ങളുടെ സ്ട്രാറ്റജി എന്ത് വേണേ ആയിക്കോട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ ഈ 4 കാര്യം കൂടെ ആഡ് ചെയ്താൽ
ഹൈ പ്രോബിലിറ്റി ട്രേഡ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുന്നു. താങ്കളുടെ സ്ട്രാറ്റജി എന്ത് വേണേ ആകട്ടെ, നിഫ്റ്റി 50 ട്രെൻഡിങ് ആയിരിക്കണം, ബ്രോഡർ മാർക്കറ്റ് ട്രെൻഡിങ് ആയിരിക്കണം. അതാണ് നമ്മൾ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ കൂടെ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ആ സപ്ലൈ ഡിമാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യണം. ദെൻ മൊമെൻറ്റം ക്യാൻഡിൽ മറക്കരുത്. താങ്കൾ ഈ 4 സാധനം കൂടെ താങ്കളുടെ സ്ട്രാറ്റജിയുടെ കൂട്ടത്തിൽ താങ്കൾ എംബഡ് ചെയ്താൽ താങ്കൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടാനുള്ള പ്രോബിലിറ്റി ഹ്യൂജ് ആണ്. നെവർ മിസ് ഇറ്റ് ആക്ച്വലി. താങ്ക് യു സോ മച്ച്. താങ്കൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് വാച്ച് മൈ വീഡിയോസ്, പ്ലീസ് ലൈക്ക് മൈ വീഡിയോസ്, സോ ദാറ്റ് നമുക്ക് അധികാരം പറയാത്ത വേറെ സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്തോണം കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ ഫ്രം Eqtfx.